ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം 14 ജില്ലകളിൽ ഞാൻ എൻ്റെ പര്യടന പരിപാടി പൂർത്തിയാക്കിയിട്ടാണ് രണ്ടാം വട്ടം ഒരിക്കൽ കൂടി പോയ ശേഷമാണ് ഇടുക്കിയിൽ എത്തിയിട്ടുള്ളത്. ഇടുക്കിയിൽ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ശുഭപ്രതീക്ഷയാണ്. 2020 ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിന്റെ ചരിത്രത്തിൽ സുപ്രധാനമായ ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന് മാത്രമല്ല, കോൺഗ്രസിന് നാളിതുവരെ കൈവരിക്കാൻ സാധിക്കാത്ത അത്രയും മിന്നുന്ന വിജയം ഈ ത്രിതല പഞ്ചായത്തിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഈ ആത്മവിശ്വാസം എനിക്ക് കിട്ടിയത് ഇത്രയും യാത്രകളിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരുമായിട്ട് മാത്രമല്ല ഞാൻ സംവദിക്കുകയും മനസ്സ് പങ്കുവെക്കുകയും ചെയ്തത്. കോവിഡ് മഹാമാരി ആയതുകൊണ്ട് 5-8 മാസക്കാലം എല്ലാവർക്കും ഇതുപോലെ മുഖാമുഖം കാണാനോ സംസാരിക്കാനോ സാധിക്കാതെ പോയിട്ടുണ്ട്. വെർച്വൽ മീറ്റിങ്ങുകളാണ് നടത്തപ്പെടാറുള്ളത്. കൃത്യമായിട്ട് ആ പരിപാടികൾ നടത്തപ്പെട്ടപ്പോൾ പോലും ഒരു ഹൃദയത്തിന്റെ ഭാഷയിൽ സംവദിക്കാൻ സാധിക്കാതെ പോയ വല്ലാത്ത ഒരു മാനസിക പ്രയാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരെ നേരിൽ കണ്ടുകൊണ്ട് നേതാക്കന്മാരുമായിട്ട് മനസ്സ് പങ്കുവെച്ചുകൊണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ പോയ ഇടങ്ങളിലൊക്കെ തന്നെ ജീവിതത്തിൽ സമസ്ത മേഖലയിൽപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ സംവദിക്കാറുണ്ട്. എനിക്ക് നല്ല ഇൻപുട്സ് എല്ലാ കാലത്തും തരാറ് മാധ്യമപ്രവർത്തകന്മാരാണ്. കട്ടിംഗ് അക്രോസ് പൊളിറ്റിക്കൽ അഫിലിയേഷൻസ്. എനിക്ക് നല്ല ഒരു സൗഹൃദം പത്രലേഖകന്മാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കാര്യം ഞാനവിടെ പറയട്ടെ. അവർ തരുന്ന ഫീഡ്ബാക്ക് അതൊക്കെ തന്നെ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം രൂപീകരിക്കാറുള്ളത്. അതുകൊണ്ടാണ് KPCC അധ്യക്ഷനായ ശേഷം ജനമഹായാത്രയുമായി ഞാൻ പുറപ്പെട്ട ശേഷം എനിക്ക് വിജയപ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 2020 എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇടുക്കിയിലെ പ്രമുഖരായ വോട്ടർമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ട് പോലും അവർ തെറ്റുതിരുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട ഡീൻ കുര്യാസ് കോസ് അടക്കമുള്ള 20-ൽ 19 MP-മാരെ ലോക്സഭയിലേക്ക് അയച്ചത്. ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയത്. കാരണങ്ങളുമൊക്കെ തന്നെ ഞങ്ങൾ വിശകലനം ചെയ്തു. തെറ്റുന്നതിൽ കൃത്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും, അതിനേക്കാൾ അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കോട്ടയത്ത് പുറപ്പെട്ടപ്പോൾ എൻ്റെ പത്രലേഖ സുഹൃത്തുക്കൾ തിരുവനന്തപുരത്താണ് പറഞ്ഞത്. ഒരു പ്രധാന വാർത്ത സ്ക്രോൾ ചെയ്ത് കാണിക്കുന്നെന്നാണ് അവർ പറഞ്ഞത്. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയപ്പെട്ട ഇബ്രാഹിം കുട്ടി വിളിക്കണ്ടായി. ഈ വാർത്തക്ക് അടിസ്ഥാനമുണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ടായി. അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇവിടെയുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ സംവദിച്ചുകൊണ്ട് ആ കാര്യം ശരിയാണെന്ന് ഞാൻ ബോധ്യപ്പെടുകയുണ്ടായി. നമ്മുടെ ഈ ഒരു മുനിസിപ്പാലിറ്റി, തൊടുപുഴ മുനിസിപ്പാലിറ്റി, ആ മുനിസിപ്പാലിറ്റിയിൽ 35 വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ 35 വാർഡിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കാൻ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമാണ്. പഠിച്ച പണി 18 പയറ്റിയിട്ടും CPM-ന് സാധിച്ചെന്ന് നമ്മളൊക്കെ തന്നെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ബാക്കി ആർക്കും അരിവാൾ ചുറ്റിയ നക്ഷത്രം വേണ്ട. അവർ പറയുന്നത് എന്താണ്? വെറുക്കപ്പെട്ട ചിഹ്നമാണ് അരിവാൾ ചുറ്റിയ നക്ഷത്രം. അത് കണ്ടാൽ തന്നെ ആളുകൾ വോട്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് CPM എന്ന പാർട്ടിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിൽ രാഷ്ട്രീയമായ അസ്പൃശ്യത വളരെ ഗൗരവമായി കാര്യം നമ്മൾ ചിന്തിക്കണം.
ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ചിഹ്നം ഏതാണ്? കുട, വടി, കുന്തം, എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ചിഹ്നങ്ങളുമായിട്ടാണ് CPM നേതാക്കന്മാർ വാർഡുകളിൽ മത്സരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതുപോലെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ്, ഒരു സ്വത്വ പ്രതിസന്ധി CPM-ന് നമ്മുടെ കേരള സംസ്ഥാനത്ത് 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിറന്ന ശേഷം ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ കിട്ടാതെ അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കാതെ അവസാനം ഞങ്ങൾ അനുമാനിച്ചിരിക്കുന്ന നക്ഷത്രത്തിലാണ്. മറ്റേതെങ്കിലും ചിഹ്നത്തിൽ മത്സരിക്കാം, ജനങ്ങളെ ഞങ്ങൾക്ക് അഭിമുഖിക്കാൻ സാധിക്കാത്ത തരത്തിൽ അപമാനകരമാണ് ചുറ്റുപാടെന്ന് അവർ പറയുന്നത്. ഈ ഒരു പ്രതിസന്ധിയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷേധിക്കാൻ സാധ്യമല്ല, വല്ലാത്തൊരു ദുരന്തപൂർണമായ ചിത്രമാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ആരാണ് തകർത്തത്? പശ്ചിമ ബംഗാളും ത്രിപുരയും നമ്മൾ കണ്ടതാണ്. അവശേഷിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ പാർട്ടിയുടെ അവസ്ഥയും നമുക്കറിയാം. അവസാനത്തെ പച്ചത്തുരുത്തായിരുന്നു നമ്മുടെ മനോഹരമായ കേരളം. ആ പച്ചത്തുരുത്തും കടലെടുത്തു പോകുമോ എന്ന ഭയമാണ് ഈ രാജ്യത്ത് ജനാധിപത്യ മതേതര പ്രസ്ഥാനമായ കോൺഗ്രസ് ഉൾക്കട്ടയും കോൺഗ്രസിന്റെ ആശങ്കയും. ആ ആശങ്ക ഞാൻ നിങ്ങളോട് ഈ സന്ദർഭത്തിൽ പങ്ക് വെക്കുന്നതോടൊപ്പം ഇന്ന് CPM നേരിടുന്ന അഖണ്ഡമായ ആശയപ്രസന്ധിയുടെ ഒരു നേർ ചിത്രമാണ് ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റി നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഈ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ. പലയിടത്തും ചിഹ്നങ്ങൾ സ്വീകരിക്കാൻ ആളുകളില്ല എന്ന കാര്യം എനിക്കറിയാം. പക്ഷെ പാർട്ടിയുടെ ദണ്ഡനം ഉപയോഗിച്ചുകൊണ്ട്, അഥവാ സ്ഥാനാർത്ഥിയായില്ല എങ്കിൽ, ചിഹ്നത്തിൽ മത്സരിച്ചില്ല എങ്കിൽ, മലബാറിലൊക്കെ അങ്ങനെയാണ്. വരാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് കാണാൻ തയ്യാറായിക്കൊള്ളുക എന്ന ഭീഷണിയാണ് പലയിടത്തും ഒഴിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സ്ഥിതി? ഈ സ്ഥിതിയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ മോചിപ്പിച്ചെടുക്കാൻ ഒരു പുതിയ തലമുറ വേണ്ടേ? ആശയ വ്യക്തതയും തികഞ്ഞ മാർക്സിയം ബോധമുള്ള ഒരു തലമുറ വേണ്ടേ? ആ തലമുറ ഇല്ലാതെ പോയതാണ് ഇന്ന് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും ദുരന്തവും. ഇടുക്കി ജില്ല അടിസ്ഥാനപരമായി ഒരു കാർഷിക ജില്ലയാണ്. അതിമനോഹരമായ ഈ ഭൂപ്രദേശം ആയിരക്കണക്കായ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന, സത്യത്തിൽ ഒരുപക്ഷെ നമ്മുടെ ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഈ മലമടക്കുകളും അതുപോലെ സുഖവാസ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ. ആ ജില്ലയുടെ നാട്ടിൽ എന്താണ്? കൃഷി. ആ ജില്ലയെ ഇന്നത്തെ വളർത്തിയതാരാണ്? കർഷകന്മാർ. ആ കർഷകന്മാർ ദുഃഖിതരും നിരാശരും അസംതൃപ്തരുമാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. പ്രളയം കൊണ്ട് ആകെ തകർന്നു പോയിരിക്കുന്നു അവർ. അത് കഴിഞ്ഞ് കോവിഡ് മഹാമാരി വന്നു. അതിജീവിക്കാൻ സാധിക്കാതെ അതിജീവനത്തിന് വേണ്ടി നിലവിളിക്കുന്ന കൃഷിക്കാരെയും കർഷക തൊഴിലാളികളുമാണ് നമ്മുടെ ഇടുക്കി ജില്ലയിൽ മൊത്തത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുക. ഒരു ഭരണകൂടം ഇവിടെയുണ്ടോ? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ഉള്ളത് വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ വാങ്ങാനാണില്ല. അഥവാ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനോ അത് വീണ്ടും മറ്റു വിപണിയിൽ എത്തിക്കാനോ സാധിക്കാത്ത വല്ലാത്തൊരു ചിത്രമാണ് ഇവിടെയുള്ളത്. ഇടുക്കിയിലെ കൃഷിക്കാരെ കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും കൃഷിക്കാർ ഇടം ബാധ്യതയിലാണ്, വല്ലാത്ത കടക്കണിയിലാണ്. ഇടുക്കിയിലാണെങ്കിൽ അതിന്റെ നേർചിത്രം നിങ്ങൾ കണ്ടതാണ്. ആ ഇടം ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാതെ കൃഷിക്കാർ ശ്വാസം മുട്ട് നിന്നപ്പോഴാണ് പ്രളയത്തിന് ശേഷം മാത്രം 15 കൃഷിക്കാർ എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷ അസ്തമിച്ച് കുടുംബത്തെ ഒരു ദിവസം അനാഥമാക്കിക്കൊണ്ട് എന്തെന്നില്ലാത്ത ഹൃദയവേദനയോടുകൂടി അവർ ജീവൻ ഒടുക്കിയത്. അതാണ് ഇടുക്കിയുടെ ദയനീയമായ ചിത്രം. ഈ ചിത്രം ഒരു വ്യവസ്ഥാപിതമായ ഭരണകൂടത്തിന് നോക്കി നിൽക്കാൻ സാധിക്കുമോ? ആ പ്രശ്നം പരിഹരിക്കണ്ടേ? നാമമാത്രമായി ആ മരിച്ച കുടുംബത്തിന് എന്തോ ധനസഹായം ചെയ്തു കൊടുത്തു എന്നവന് ആ കുടുംബത്തെ രക്ഷിക്കാൻ അത്തരം ആത്മഹത്യ ചെയ്യുന്ന കർഷക കുടുംബങ്ങളെ പരിപൂർണമായിട്ട് മോചിപ്പിക്കാനുള്ള നടപടികളല്ലേ സ്വീകരിക്കുന്നത്? ഹ്രസ്വകാല നടപടി, ദീർഘകാല നടപടി അതുണ്ടായില്ല.
കൃഷിക്കാർക്ക് മൊറട്ടോറിയം എന്ന് പറഞ്ഞു. ആ മൊറട്ടോറിയം എന്ന സുന്ദര പദം ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരെ കൂടുതൽ കടക്കാരാക്കി. ആ കടം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെ പലിശയും പിഴപ്പലിശയുമായിട്ട് അവർ പോകുമ്പോൾ വീണ്ടും അവർക്ക്, എനിക്കറിയില്ല, ഒരു ഇരുണ്ട ഭാവിയാണ് അവരെ നോക്കി നിൽക്കുന്നതെന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റ്, നരേന്ദ്രമോദി ഗവൺമെന്റിനെ പോലെ തന്നെ കൃഷിക്കാരോട് കുറ്റകരമായ അനാസ്ഥയും വിവേചനം കാണിച്ച ഗവൺമെന്റാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ 63 കോടി കൃഷിക്കാരാണ് സമരമുഖത്തുള്ളത്. അവർ നരേന്ദ്രമോദിയെ ശപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടടച്ചുകൊണ്ട് വോട്ട് ചെയ്തവരാണ്. നിങ്ങൾ ഞങ്ങൾ വഞ്ചിച്ചു. ഞങ്ങളുടെ കൃഷിഭൂമി ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തിരുത്തി കൊടുക്കുന്നു. ഞങ്ങൾ ഈ രാജ്യത്ത് അറിയാവുന്ന പോലത്തെ അടിമ കച്ചവടത്തിന്റെ നാടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ട് ആ കോർപ്പറേറ്റുകൾക്ക് ഞങ്ങളെ ഞങ്ങളുടെ ഭൂമിയെ പണയപ്പെടുത്താൻ മത്സരിക്കുന്നു. ഇവിടെ നമ്മുടെ ദക്ഷിണ അമേരിക്കയിലൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും പ്രയോഗത്തിൽ കൊണ്ടുവന്ന് പരാജയപ്പെട്ടിരിക്കുന്ന സമ്പ്രദായത്തിലേക്ക് ഈ കോർപ്പറേറ്റ് ഹൗസുകളെ കൊണ്ടുവന്ന് കാർഷിക രംഗം കീഴടക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഡീൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ പാസ്സാക്കിയ കരിനിയമത്തെ കുറിച്ച് അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പല ഘട്ടങ്ങളിൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന് സാക്ഷാൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഡ്രാക്കോണിയൻ ലോ എന്നാണ്. കരിനിയമം അതല്ലേ സ്ഥിതി. ആ ഒരു നിയമത്തിനായിക്കൊണ്ട് ശക്തമായ പോരാട്ടം നടത്തിയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സമരമുഖത്ത് കോൺഗ്രസ്സുകാർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സോണിയാഗാന്ധിയാണ്. ആ സമരമുഖത്ത് കൃഷിക്കാരോടൊപ്പം ഓടിയെത്തിയത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. കൃഷിക്കാരെ കാണാൻ പോകില്ല, അനുവദിക്കില്ല. ബാരിക്കേഡ് അത് വെച്ചുകൊണ്ട് പ്രതിരോധം ഒരുക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി തടയുകയുണ്ടായി. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. അത് കൃഷിക്കാരുടെ സ്നേഹം കൊണ്ടും അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും അവർ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ അനുവദിച്ചു കൊടുക്കണമെന്ന ഉത്കടമായ അഭിലാഷത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. ആരാണ് കൃഷിക്കാർക്ക് വേണ്ടി നാളിതുവരെ എന്തെങ്കിലും ചെയ്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന്റെ നാടുകൾ ഓർക്കണം. കടുത്ത ദാരിദ്ര്യം, പട്ടിണി, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഇന്ത്യ, പട്ടിണിപ്പാവൽ ഇന്ത്യ. ആ നിരക്ഷര കുച്ചികളും ദരിദ്രരും പട്ടിണിക്കാരുമായ പാവങ്ങൾ, അവർക്ക് അറിയാവുന്ന പോലെ തന്നെ ബർമയിൽ നിന്ന് അരി വരണം ആ കാലത്ത്, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് വരണം. ആ ഗോതമ്പും അരിയും കാത്തിരുന്നുകൊണ്ട് ആ കപ്പലുകളിൽ നിന്ന് പുക ഇരുന്നുകൊണ്ടോ വന്ന ആ കാലത്ത് നോക്കിക്കൊണ്ടുവന്ന ഒരു ജനത. ആ ജനതയെ ഭക്ഷ്യസുരക്ഷിതത്തിലേക്ക് കൊണ്ടുപോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ പ്രസ്ഥാനമാണ്. അവരാണ് ഈ നാട്ടിലെ കോടിക്കണക്കായ ജനങ്ങൾക്ക് മാത്രമല്ല ബാക്കി ഈ രാജ്യത്ത് ശേഖരിക്കപ്പെടുന്ന അരിയും ഗോതമ്പും വിദേശ രാജ്യങ്ങളെ കയറ്റിയേക്കുന്ന രാജ്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. പിന്നെ കൃഷിക്കാരുടെ പ്രശ്നം പറയുമ്പോൾ ഈ രാജ്യത്ത് ആരാണ് നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവം പൂർത്തിയാക്കിയത്? ഇന്ദിരാഗാന്ധി. ആരാണ് ഈ രാജ്യത്ത് ഏറ്റവും വലിയ കാർഷിക സർവകലാശാലക്ക് തുടക്കം കുറിച്ചത്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. കാർഷിക ഗവേഷക കേന്ദ്രങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പരിശോധിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പഴയ കൃഷിമന്ത്രിയായിരുന്നു കേന്ദ്രത്തിൽ. എല്ലാ സ്ഥാപനങ്ങളും സന്ദർശിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. സഹകരണത്തിന്റെ അപാരമായ സാധ്യതയെ കണ്ടെത്തിയതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിലൂടെയാണ് ഇന്ത്യൻ ഗ്രാമങ്ങളെ, കൃഷിക്കാരെ സംരക്ഷിക്കാൻ സാധിക്കാവുന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് എല്ലാ നിയമങ്ങളും നിങ്ങൾ പാസ്സാക്കിയത്. ആർക്കും അത് നിഷേധിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ ചോദിക്കാൻ പറയാൻ ആളുകളില്ല. പാവപ്പെട്ട കൃഷിക്കാർ അവിടെയും ആത്മഹത്യയുടെ വക്കിലെത്തിരിക്കുന്നു. ആത്മഹത്യയുടെ പീക്കിലെത്തിയിരിക്കുകയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഈ രണ്ടാം ബാധ്യത നിന്ന് കൃഷിക്കാരെ സംരക്ഷിക്കുക. ഇത് 4 മാസമേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഇലക്ഷൻ ഡിക്ലറേഷനായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എങ്ങനെ ഈ ഇടുക്കിയിൽ വന്നു, നിങ്ങൾക്ക് എങ്ങനെ കാർഷിക ഭൂമി അല്ലെങ്കിൽ കൃഷിക്കാർ ഉള്ള പ്രദേശങ്ങളിൽ പോയി വോട്ട് ചോദിക്കാൻ സാധിക്കും? നിങ്ങൾക്ക് ധാർമ്മികമായ അവകാശമില്ല,
അവകാശങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് എനിക്ക് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വാഗ്ദാനങ്ങൾ നൽകുന്ന കാര്യത്തിൽ എന്ന് മുൻപന്തിയിലാണ്. മോഹനസുന്ദര വാഗ്ദാനങ്ങൾ, പറഞ്ഞ വാക്കുകൾ ഒരിക്കലും പാലിക്കേണ്ടതില്ലല്ലോ. പിന്നെ എന്ത് വേണമെന്ന് പറയാം. പാവപ്പെട്ട കൃഷിക്കാരെ നോക്കിക്കൊണ്ട് നമ്മുടെ ഇടുക്കിയിലെ സാധാരണക്കാരെ നോക്കിക്കൊണ്ട് എന്താണ് പറഞ്ഞത്? ഇടുക്കിക്ക് പാക്കേജ്, നല്ല പദം, 6000 കോടി ഒരു പാക്കേജ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു പറഞ്ഞു. എന്റെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നു, എന്റെ നേതാക്കന്മാരിക്കുന്നു. 6000 കോടിയുടെ പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 കോടി രൂപയെങ്കിലും കൊടുത്തോ ഈ ജില്ലയ്ക്ക് വേണ്ടി? കൊടുത്തില്ല. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ അധരവ്യായാമം നടന്നത്? നിങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. സമസ്ത മേഖലയിലുള്ള ജനങ്ങൾ നിരാശരാണ്. ആ നിരാശരായ ജനങ്ങളോടൊപ്പം ഇടുക്കിയിലെ കൃഷിക്കാരും ഈ ഗവൺമെന്റായിട്ട് അമർഷത്തോടെ പ്രതിഷേധത്തോടുകൂടി തന്നെ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് ഇന്നത്തെ ഒരു ദയനീയമായ ചിത്രം. പിന്നെ ഞാൻ പറയട്ടെ, ഇടുക്കിയിൽ റബ്ബർ കൃഷിക്കാരുടെ പ്രശ്നം എന്താണ്? എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീമാൻ ഉമ്മൻചാണ്ടി അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രിയായ സമയത്താണ് 500 കോടി രൂപയുടെ ഒരു വികസ്തൃത ഫണ്ട് റബ്ബർ കൃഷിക്കാർക്ക് അന്ന് പ്രസിഡന്റ് ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി നീക്കിവെച്ചത്. അതിന്റെ ഫലമായിട്ട് റബ്ബറിന് വിപണിയിൽ വില കുറഞ്ഞപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു കിലോയ്ക്ക് 150 രൂപ കൊടുത്തില്ലേ? മുടങ്ങാതെ കൊടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പോയ ശേഷം നിങ്ങൾ ഒന്നും കൊടുത്തില്ല. നിങ്ങൾക്ക് എങ്ങനെ കൃഷിക്കാരുടെ വോട്ട് ചോദിക്കാൻ സാധിക്കും? മുതലക്കണ്ണയിലെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രിയും ആ ഇടുക്കിയിലെ മന്ത്രിമാരും എല്ലാം തന്നെ ഇതിന് ഉത്തരം പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇടുക്കിയിലെ പട്ടയ ഭൂമിയുടെ നിയന്ത്രണം, ഇടുക്കിയിൽ മാത്രം അത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് പരാതി. ഇത് വിവേചനമല്ലേ? ആ പട്ടയ ഭൂമി പ്രശ്നം പരിഹരിക്കുന്ന ഭാഗമായിക്കൊണ്ട് അവിടെ മാത്രമാണോ അത് റെസ്ട്രിക്ട് കേരള സംസ്ഥാനത്ത് മുഴുവൻ അത് നടപ്പിലാക്കേണ്ടതായിട്ടില്ലേ? ആ വിവേചനത്തിലായിക്കൊണ്ടാണ് എന്റെ സഹപ്രവർത്തകന്മാ അതിനെതിരായി സംസാരിക്കാൻ വേണ്ടി തയ്യാറായത്, കോടതിയിൽ പോയിട്ടുള്ളത്. എപ്പോൾ കുറ്റാരോപണമായിട്ട് കുറ്റവിചാരണ നടത്താനാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വന്നത്. ഉത്തരം പറയണം. പെട്ടിമുറിയിലെ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ തന്നെ അങ്ങോട്ടേക്ക് പോയതാണ്. ഞാൻ ഒരു ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. രാത്രി അർദ്ധരാത്രി കഴിഞ്ഞ ശേഷമാണ് ഞാൻ വന്നത്. മുഖ്യമന്ത്രി വന്നതുപോലെ വഴിപാടായിട്ട് വന്നവല്ലായിരുന്നു ഞാനൊക്കെ തന്നെ. ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട MP പരിപൂർണമായിട്ടും അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഏതോ രക്ഷാപ്രവർത്തകന്മാർ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ കൂടെ നിൽക്കുന്ന ആളുകൾ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഡീൻ എവിടെയോ ചോദിച്ചപ്പോൾ പ്രസിഡന്റിന്റെ കൂടെ കുറെ നേരമായി ഉണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് അദ്ദേഹം തിരിച്ചറിയാൻ സാധിച്ചില്ല. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരുണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന നേതാക്കന്മാർ ഇബ്രാഹിം കുട്ടി ഉണ്ടായിരുന്നു, പ്രിയപ്പെട്ട റോയി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു നേതാക്കന്മാരൊക്കെ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട വക്കീൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു, അശോകൻ, ഇവരെല്ലാം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. അവിടുത്തെ ജനങ്ങളുടെ ദുഃഖം എത്രയാണ്? 74 പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ആ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ യഥാസമയം ഓടിയെത്തി രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എത്രയോ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ വിവരം പുറം ലോകമറിഞ്ഞത്. അതുകൾ കുറെ കൂടി ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. 5 പ്രത്യേകം ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എനിക്ക് കണ്ടെത്തേയില്ല. എന്താണ് ആ കുടുംബത്തോട് ചെയ്തത്? മുഖ്യമന്ത്രി വിമാനം അപകടമുണ്ടായ സമയത്ത് അത് അല്പം വൈകിട്ടാണെങ്കിലും അവിടെ എത്തിയല്ലോ. ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും DGPയും ഒക്കെ അടങ്ങുന്ന സംഘമാനത്തിന് അങ്ങോട്ടേ പോയത്. സ്പെഷ്യൽ എയർക്രാഫ്റ്റാണ് അങ്ങ് പോയത്. ആ വലിയ ഉദ്യോഗസ്ഥ പ്രവർത്തകന്മാരോടൊപ്പം അങ്ങ് പോയി. ആ വിമാനം അപകടമുണ്ടായ സൈറ്റിലേക്ക് അങ്ങ് പോയില്ല. ഞാൻ ഉണ്ടായിരുന്നു. അങ്ങനെ വിമാനം കാണണ്ടേ എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എങ്ങനെ വിമാനം ആ കൊല്ലിയിലേക്ക് മറിഞ്ഞ് 3 കഷ്ടമായിട്ട് ആ വിമാനം നിൽക്കുന്ന കാഴ്ചയെങ്കിലും അങ്ങ് കാണണ്ടേ? അങ്ങനെ ബോധ്യപ്പെടണ്ടേ? അങ്ങ് സർവാധിപതിയെ പോലെ പോലീസും അകമ്പടിയും കണ്ടപ്പോൾ എല്ലാം മറന്ന് കാറിൽ കയറി അങ്ങ് ഗസ്റ്റ് ഹൗസിൽ പോയി. അങ്ങനത്തെ പേരിന് വേണ്ടി മാത്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഉള്ളിൽ കയറാതെ അവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് എന്ത് ചെയ്തു? അങ്ങനെ കാര്യം ചെയ്തു. അതിൽ മരിച്ച ആളുകൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത്രത്തോളം ആശ്വാസം, നല്ല കാര്യം.
ഞാൻ അതിന് കേരള ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ജീവനെല്ലാം തുല്യമല്ലേ? ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ഒരു കാലത്ത് തമിഴ്നാട്ടിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് കുടിയേറിയ ആളുകളാണ് ഈ പട്ടിണി പാവങ്ങൾ, ദരിദ്രർ, നല്ലവർ, ശുദ്ധരായ ജനങ്ങൾ, ബഹുഭൂരിപക്ഷവും അനഭ്യസ്തവിധരായിട്ടുള്ള ആളുകളാണ് ആ പട്ടിണി പാവങ്ങൾ. ഞാൻ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി. മുറിഞ്ഞ മലയാളത്തിലാണ് സംസാരിക്കുന്നത്, തമിഴ് കലർത്തിക്കൊണ്ട്. പാവങ്ങൾ, ആ പാവങ്ങളുടെ കണ്ണീർ രൂപ കൊടുക്കണ്ടേ? എന്തുകൊണ്ട് കൊടുത്തില്ല? നിങ്ങൾ വിവേചനമാണ് എല്ലാവരോടും കാണിക്കുന്നത്. നിങ്ങൾ ഇതും ഇതിലപ്പുറവും കാണിക്കും. അതാണ് നിങ്ങളുടെ ചരിത്രം. ഞാൻ അതേക്കുറിച്ചൊന്നും തന്നെ വിശദമായി പറയുന്നില്ല. ഇത് കുറ്റകരമായ വീഴ്ചയാണ്, ഇത് കുറ്റകരമായ അനാസ്ഥയാണ്. പിന്നെ ഞാൻ വരുമ്പോൾ ഇപ്പോഴാണ് അറിഞ്ഞത്, കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എന്റർപ്രൈസിന്റെ ശാഖകളിൽ വ്യാപകമായി വിജിലൻസ് റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഈ വിജിലൻസ് സർവീസിലുള്ള ആളുകൾക്ക് തന്നെ കാര്യം മനസ്സിലാക്കണം. വിജിലൻസ് ആരുടെ കീഴിലാണ്? വിജിലൻസ് ആഭ്യന്തര മന്ത്രിയുടെ കീഴിൽ, അദ്ദേഹത്തിന്റെ വകുപ്പിലാണ് ഈ വിജിലൻസ് പ്രവർത്തിക്കുന്നത്. ആഭ്യന്തര മന്ത്രിയുടെ അനുമതിയോട് കൂടിയാണോ ഈ ഒരു റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ആഭ്യന്തര മന്ത്രിയുടെ അറിവും സമ്മതമില്ലാതെ വിജിലൻസ് ഒരിക്കലും മാത്രം സമഗ്രമായ റെയ്ഡ് ഈ സർക്കാർ തങ്ങോളം ഒരേ സമയത്ത് നടത്തുകയില്ല. ഇത് ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിനെ ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണോ? വളരെ നിര്യാതന ബുദ്ധിയോടുകൂടി അദ്ദേഹം പാർട്ടിക്കുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണോ? ഇത് വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും CPM തയ്യാറാക്കണം. പാർട്ടിയിൽ ആഭ്യന്തര കലാപം അതിന് മൂർധന്യത്തിലെത്തി നിൽക്കുന്നു. ആ കലാപം കണ്ടില്ലെന്ന് സാധിക്കുമോ? അത് ശമിപ്പിക്കാൻ CPM സാധ്യമല്ല. അത്രയേറെ പൊട്ടിത്തെറിയുടെ വക്കീലല്ല, പൊട്ടിത്തെറിയിൽ തന്നെയാണ് ഇന്ന് CPM നിൽക്കുന്നത്. 2017 മുതൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. KSFയുടെ ബാലൻസ് ഷീറ്റ് നഷ്ടമാണെന്നാണ് ഞാൻ യാത്രയിൽ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആശയവിനിമയം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ചിട്ടികളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഷെഡ്യൂൾഡ് ബാങ്കിൽ കെട്ടിവെക്കണമെന്നാണ് ചിട്ടി നിയമത്തിൽ അനുശാസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പണം കിഫ്ബിയിലേക്ക്, ഇപ്പോൾ എന്ത് പറയുമ്പോഴും കിഫ്ബി എന്നാണെന്ന് പറഞ്ഞത്. ധനകാര്യമന്ത്രി കിഫ്ബി പറയുന്നു, മുഖ്യമന്ത്രി കിഫ്ബി പറയുന്നു, CPM നേതാക്കൾ കിഫ്ബി എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു ആളുകൾക്ക് തമാശയുടെ പ്രയോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് കിഫ്ബിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ എങ്കിൽ അത് നിയമവിരുദ്ധമാണ്, മാറ്റാൻ പാടില്ല. ഏതായാലും കേന്ദ്ര ഏജൻസി കിഫ്ബിയിലെ ഇടപാടുകളെ കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷണം നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ തരത്തിൽ തന്നെ ഒരു അന്വേഷണ ഏജൻസികൾ എല്ലാ അന്വേഷണങ്ങളും ഇന്ന് വരെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കിഫ്ബിയിൽ അന്വേഷണം നടക്കും. ആ ഇടപാടിൽ നടന്നിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്താൻ വേണ്ടി അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ആ അന്വേഷണ പരിധിയിൽ കേന്ദ്ര ഏജൻസികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഈ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന KSFയിൽ നടന്നിരിക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് നിയമവിരുദ്ധമായി അതിന് പണം കിഫ്ബിയിലേക്ക് നിക്ഷേപിച്ചു എന്നതിനെ കുറിച്ചുകൂടി അന്വേഷിക്കണം. ആ അന്വേഷണം തീർച്ചയായിട്ടും ഈ നാട്ടിൽ ഉത്തരവാദപ്പെട്ട മന്ത്രിമാരിലേക്കും ഉദ്യോഗസ്ഥന്മാരിലേക്കും എത്തും. അതുകൂടി അന്വേഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈകി മാത്രം എത്താൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് നിർവ്യാജമായ ഖേദം പ്രകടിപ്പിക്കാണ്, മനഃപൂർവ്വമില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. എനിക്കറിയാം പല ഘട്ടങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞാണ്. സുരേഷും പറഞ്ഞു, അതുപോലെ തന്നെ സെക്രട്ടറി വിനോദ് പല പ്രാവശ്യം പറഞ്ഞാണ് വരാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ഖേദം അറിയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. നമസ്കാരം. സാഹചര്യം ഉണ്ടാകും. അപ്പൊ KPCCക്ക് മുകളിലായി DCC മാറുന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്.
പ്രത്യേകമായിട്ട് കിട്ടിയ പരാതികൾ പോലും സംസ്ഥാന തലത്തിൽ കിട്ടിയ പരാതികളൊക്കെ തന്നെ അത് വ്യക്തികളയച്ച പരാതികളായ പോലും സംസ്ഥാന തലത്തിൽ രൂപീകരിക്കപ്പെട്ട ഒരു 3 അംഗ സമിതിയുണ്ട്. അത് കോൺഗ്രസിന്റെ കേരളത്തിലെ സീനിയർ അംഗങ്ങൾ ഇറങ്ങിയിട്ടുള്ള സമിതിയാണ്. ആ സമിതിയുടെ മുമ്പാകെ അതൊക്കെ തന്നെ പരിശോധിക്കാൻ വേണ്ടി ഞാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. യഥാസമയം ആ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് ഉത്തരവ് കൊടുക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സ്പെസിഫിക് കേസ് എനിക്കറിയില്ല. കാരണം 10-25,000 വാർഡുകളിലാണ് ഈ ത്രിതല പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ധാരാളം ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ഒരു ഇൻഡിവിജ്വൽ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ആൻസർ. അതേക്കുറിച്ചിട്ട് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞാണ്. ഞാൻ KPCC അധ്യക്ഷനായ സമയത്ത് KPCC ഇന്ദിരാഭവനിൽ ഒരു പത്രസമ്മേളനം നടക്കുമ്പോഴാണ് ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ശിവൻ MMS KPCC അധ്യക്ഷനായ സമയത്താണ് ഇത് സംബന്ധമായി അദ്ദേഹം പ്രഖ്യാപനം നടത്തിയത്. പ്രളയത്തിൽ കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആളുകൾക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാൻ 1000 വീട് പദ്ധതി അത് നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ കുറെ വൈകിട്ടാണ് KPCC അധ്യക്ഷ പദവിയിലേക്ക് വരുന്നത്. ഞാൻ നോക്കുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറഞ്ഞു, എന്റെ കാലയളവിൽ 500 വീടുകൾ പൂർത്തിയാക്കാമെന്ന് ഞാൻ വാക്ക് നൽകുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞാൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരാൻ സാധിക്കുമെങ്കിൽ ഞാൻ കൃത്യമായി എവിടെ വീട് വെച്ചു, ആർക്ക് വീട് കൊടുത്തു, എത്ര കൊടുത്തു എന്ന കാര്യം ഇടുക്കിയിൽ അടക്കം കൊടുത്ത എല്ലാ കണക്കുകളും കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കും. 500-ലധികം വീടുകൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞിരിക്കും. ഒരു മയമില്ല. ഞാൻ പറയാം, ഞാൻ BJPയെ കോട്ടയത്തെ പ്രസ് ക്ലബിൽ വെച്ച് പറഞ്ഞു, ഞാൻ പത്തനംതിട്ടയിൽ പറഞ്ഞു, തിരുവനന്തപുരത്ത് പറഞ്ഞു, കൊല്ലത്ത് പറഞ്ഞു. ഞാൻ എവിടെയാ BJPയെ കുറിച്ച് പറയാതിരിക്കുന്നത്? BJPയും CPM-ഉം ഈ തെരഞ്ഞെടുപ്പിൽ ഒളിച്ചുകളി നടത്തുന്നു. ഇവിടുത്തെ പോരാട്ടം കോൺഗ്രസും CPM-ഉം തമ്മിലാണ്, BJP അല്ല. BJP തെരഞ്ഞെടുപ്പിൽ ഒന്നുമല്ല. ഈ കേരളം മാത്രമേ തുരുത്തായി മാറി എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കോൺഗ്രസിന് എത്ര തുരുത്തങ്ങളുണ്ട് ബാക്കി? കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്താണ് കോൺഗ്രസിനെ കുറിച്ച് മനസ്സിലാക്കിയത്? ഇതുപോലെ ഒരു റെസിലിയൻസ് പൊളിറ്റിക്കൽ പാർട്ടി കേൾക്കോ? അതിനെക്കുറിച്ച് പറയണ്ട. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നിങ്ങൾ എടുക്കുക, ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെ എടുക്കുക. ഏത് ഗ്രാമത്തിലാണ് ഒരു 100 കോൺഗ്രസ്സുകാർ നിങ്ങൾ കാണാതിരിക്കാൻ സാധിക്കും? എല്ലായിടത്തും കോൺഗ്രസ് ഉണ്ട്. ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ പരാജയം ഉണ്ടായിട്ടുണ്ട്. അത് യാഥാർത്ഥ്യബോധം ഞങ്ങൾ വിലയിരുത്തുന്നു, തെറ്റുകൾ തിരുത്തുന്നു, ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അല്ലാതെ ഒളിച്ചു കൊടുക്കുന്നില്ല. സത്യത്തെ സത്യമായി കണ്ടുകൊണ്ട് അതിന് മറുപടിക്കാതെ പോവുക എന്താണ് എല്ലാ കാലത്തും ഞങ്ങൾ സമീപനം. അത് പറയണ്ട. ഏതായാലും ഞാൻ പറയട്ടെ, നരേന്ദ്രമോദി ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ എന്റെ കൂടെ എത്ര പേരുണ്ടായിരുന്നു ലോക്സഭയിൽ? അവരുടെ എണ്ണം വർദ്ധിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എണ്ണമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, അതല്ല. പക്ഷെ ഞങ്ങൾക്ക് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടായിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാനും അതുപോലെ കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്തുകൊണ്ട് പോകാനും കോൺഗ്രസ് ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ ജോസഫിന്റെ സ്ഥാനാർത്ഥി നേരിട്ട് മത്സരിക്കുന്നുണ്ട്. PJ ജോസഫിന്റെ സ്ഥാനാർത്ഥി കൈപ്പത്തിക്കെതിരെ ചെണ്ട മത്സരിക്കുന്ന സിറ്റുവേഷൻ പല സ്ഥലത്തും ഉണ്ട്. അപ്പോ ഈ ഒരു ഘടകകക്ഷികളെ ചേർത്ത് കൊണ്ടുപോകുന്നതിന് വലിയൊരു വീഴ്ചയല്ലേ ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? കാരണം ആ ഒരു സമവായം ഇപ്പോഴും എത്തിയിട്ടില്ല. പറഞ്ഞല്ലോ, ഇൻഡിവിജ്വൽ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്റെ മുമ്പിൽ കോട്ടയത്ത് കൊണ്ടുവന്നു. ഞാൻ അപ്പോൾ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആളുകളുണ്ടായിരുന്നു. ഈ പ്രശ്നമല്ല, മറ്റേത് പ്രശ്നങ്ങൾ, കൊച്ചു പ്രശ്നങ്ങളാണ്. അത് അപ്പോൾ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളെ ഞാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തോട് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു. അതുകൊണ്ട് വല്ല ഇൻഡിവിജ്വൽ കേസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പരിശോധിക്കും. കോൺഗ്രസിന്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആ വീഴ്ച പരിഹരിക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കും. ഇടുക്കി ജില്ലയിലെ വീഴ്ചകളെ പറ്റി പറയുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ച് ഒരു ശരിയാണ്, ഒരു അനുകൂല തരംഗം UDF ഉണ്ടെന്നൊക്കെ ഒരു വർഷത്തെ വലിയ തോതിൽ പറഞ്ഞു കേൾക്കുന്ന പശ്ചാത്തലത്തിൽ പോലും ഈ അവസാന ദിവസം ഈ നോമിനേഷൻ നൽകുന്നതിന്റെ ആ മിനിറ്റുകൾക്ക് പിൻവലിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പോലും വലിയ തോതിലുള്ള ഒരു
പ്രശ്നങ്ങള്, പ്രത്യേകിച്ച് സീറ്റ് നൽകുന്നതിന്, അത് പിൻവലിക്കുന്നതിന്, UDF നിന്ന് തന്നെ 2 സ്ഥാനാർത്ഥികൾ, അങ്ങനെയൊക്കെ പറഞ്ഞ വലിയ വിഷയങ്ങളാണ് നമ്മളിപ്പോ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ UDF കാണുന്നത്. ഇതൊക്കെ പരിഹരിച്ചു മുന്നോട്ട് പോയാലല്ലേ രക്ഷയുള്ളൂ. ശരിയല്ല. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി കൈപ്പത്തി ചിഹ്നം വെച്ച് ഇവിടെ പ്രചാരണം ആരംഭിച്ച ശേഷമാണ് DCC ഇടപെട്ട് അവർക്ക് ചിഹ്നം നിഷേധിച്ച് ഫ്ലെക്സ് പോലും വെച്ചിരുന്നു. എന്റെ ചോദ്യം എന്താണെന്ന് പറയുന്നത് ഞാൻ നിങ്ങൾ പറയണം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായി തെരഞ്ഞെടുപ്പ് സംബന്ധമായി മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. താഴെ തട്ടിൽ വരെ കൊടുത്തിട്ടുണ്ട്. ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ കയ്യിൽ പോലും ആ മാർഗനിർദ്ദേശത്തിന് കോപ്പി കിട്ടിയിട്ടുണ്ട്. അത് കൃത്യമായിട്ടും എന്താണ് പറഞ്ഞത്? 14 ജില്ലകളിലും അത് കഴിഞ്ഞ് ഞാൻ നടത്തിയ യാത്രകളിൽ ഞാൻ പറഞ്ഞു, ഒരിടത്തും ആരും പാർട്ടി ഔദ്യോഗികമായി ചിഹ്നം അനുവദിക്കുന്നത് വരെ സ്ഥാനാർത്ഥി തമിഴത് അംഗീകരിക്കില്ല. ആരും ഞാനാണ് ഈ വാർഡിൽ മത്സരിക്കുന്ന പാർട്ടി അറിയാതെ പറയാൻ പാടില്ല. ആരും മുനിസിപ്പൽ ചെയർമാനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവണമെന്ന് അഡ്വാൻസ് ആയിട്ട് പറയാൻ പാടില്ല. അതിന് വിഭിന്നമായിട്ട് എന്തെങ്കിലും കാര്യം സംഭവിച്ചുവെങ്കിൽ അതെന്റെ ശ്രദ്ധയിൽ ആരും കൊണ്ടുവന്നിട്ടില്ല. അത് തീർച്ചയായിട്ടും യഥാസമയം കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ പരിഹരിക്കുമായിരുന്നു. കൈപ്പത്തി ചിഹ്നം അനുവദിച്ചായിട്ട് KPCCയുടെ ലെറ്റർ തന്നെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് പ്രചാരണം തുടങ്ങിയത്. അല്ലെ ഞാൻ പറഞ്ഞില്ലേ, താങ്കൾ എന്നെ വിളിച്ചാൽ മതിയായിരുന്നു. അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പരിശോധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുമായിരുന്നു. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം DCC ജനറൽ സെക്രട്ടറിക്കെതിരെ ഒരു 10 പവൻ സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടൊരു കേസ്, അത് കോൺഗ്രസ്സുകാർ തന്നെ കൊടുത്തതാണ്. അങ്ങനെ ഒരു കേസ് ഉണ്ട്. അപ്പോൾ പ്രസിഡന്റിന് അതിന് പരാതി തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തെങ്കിലും അന്വേഷണം നടക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരുപാട് പരാതികൾ ചെറുതും വലുതുമായിട്ടുള്ള പരാതികൾ ഏതൊരു പാർട്ടിയുടെ അധ്യക്ഷനും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പരാതികൾ പ്രത്യേകമായിട്ടുള്ള പരാതികളാണെങ്കിൽ അത് പരിശോധിക്കും. ഗൗരവമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ച് നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ 2 അഭിപ്രായമില്ല. തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിലല്ലേ ഞാൻ എന്തെങ്കിലും പരാതികൾ കൃത്യമായിട്ടുണ്ടെങ്കിൽ ആ പരാതികൾ പരിശോധിക്കും, കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കും. ഇത്രമാത്രം എനിക്കിപ്പോൾ പറയാനുള്ളൂ. അന്വേഷിക്കണം ഇക്കാര്യങ്ങളെ കുറിച്ച്. പരാതികളുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും നടപടി എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. കൃത്യമായിട്ടും അന്വേഷിക്കണം. ആ അന്വേഷണം നിഷ്പക്ഷമായിരിക്കണം. ആ അന്വേഷണം എല്ലാവർക്കും ബോധ്യപ്പെടുത്തായിരിക്കും. ഞാൻ നടത്തിയിട്ടുള്ള ഒരു പ്രാഥമിക പഠനം കൊണ്ട് ഒരു ചലനവും ഞങ്ങൾക്കെതിരായിട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതൊന്നും അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം. അതിലൊക്കെ ഞാൻ എന്താ അഭിപ്രായം? കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസിന്റെ മറ്റേതൊക്കെ ഒരു ചിഹ്നത്തെ കുറിച്ച് ഞാനാണ് അഭിപ്രായം പറയുന്നത്. ചിഹ്നമില്ലാത്തതിന്റെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഇപ്പോ PJ ജോസഫ് വിഭാഗം വലിയ തോതിൽ നേരിടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഐ റിസർവ് മൈ കമന്റ്. ഞാൻ എന്തിനാണ് മറ്റൊരു കാര്യങ്ങൾ? പ്ലീസ് ഡോണ്ട് ആസ്ക് മീ സച്ച് ക്വസ്റ്റ്യൻസ് പ്ലീസ്.